എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇനി ശേഷിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിഴിഞ്ഞം പദ്ധതി നമ്മുടെ പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഈ പദ്ധതി ഇതിന് രൂപം കൊടുത്ത, ഇതിന് തുടക്കം കുറിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെയും ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും സ്മരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പത്രങ്ങളിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പാദസ്പർശനമേറ്റ അറബിക്കടലിലെ ആ ഓരോ തുള്ളി ജലത്തിനും അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ആ സമുദ്രപ്പരപ്പിലും ആകാശത്തും എന്നും പാറിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സൂചകമായി ആ ഓളങ്ങളെന്നും ഓളമടിച്ചുകൊണ്ടേയിരിക്കും. അത് ആരാലും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഈ പ്രോജക്റ്റ് തുടക്കം കുറിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും കൈക്കൂലിക്കാരനായും പല ആഭാസത്തരങ്ങളും പറഞ്ഞ് ഈ പ്രോജക്റ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കുറേ വഷളന്മാർ, ഒരു കണ്ടെയ്നർ പോലും ഇവിടെ ഇറക്കാൻ അനുവദിക്കില്ല എന്ന് വീമ്പിളക്കിയ ഒരു 6 വഷളന്മാർ ഇന്ന് അതിൻ്റെ പിതൃത്വമേക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. സങ്കടമല്ല, അത് ഏതിനോട് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിജ്ഞ സഫലീകരിക്കുകയാണ്, ഇവിടെ സഫലമാകുകയാണ്. എല്ലാവർക്കും നമുക്ക് സന്തോഷിക്കാം. ഒന്നേ പറയാനുള്ളത്, കുറച്ചെങ്കിലും ഉളുപ്പുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനിരിക്കുന്ന അവരോടൊപ്പം വേദി പങ്കിടാതിരിക്കുക. അത് ഉമ്മൻചാണ്ടിയോട് ചെയ്യുന്ന വലിയൊരു ഒരു ദ്രോഹമാണ്. ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കാമോ, അവസാനം ഒരു വഴിയുമില്ലാതെ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി 3rd റേറ്റ് വേശിയെക്കൊണ്ട് കേസ് കൊടുപ്പിച്ച് അദ്ദേഹത്തെ പണത്തിൽ നിന്ന് താഴെ ഇറക്കി അവസാനം ഒരു നിത്യരോഗിയാക്കി അദ്ദേഹത്തിന് നമ്മിൽ നിന്നും വിട പറയേണ്ടി വന്നു. എങ്കിൽ തന്നെയും ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും, ഓരോ വർഷങ്ങൾ കഴിയുന്നോറും അങ്ങയുടെ ഓർമ്മകളും പ്രസക്തിയും മനുഷ്യഹൃദയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും ആർക്കും അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നാളെ പ്രധാനമന്ത്രി നമുക്കായി തുറന്നു തരുന്ന ഈ പദ്ധതിയും. നാളത്തെ ആ വിളക്ക് തിരികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ നമുക്ക് സമ്മാനിക്കുമ്പോൾ അവിടെ പ്രശോഭിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും ഒരു പത്രത്തിലൊന്നും കാണില്ല, അത് നമുക്കറിയാം. പക്ഷേങ്കിലും അദ്ദേഹത്തിൻ്റെ പടം കാണുന്ന മനസ്സിൻ്റെ ഒരു വലിയ പത്രങ്ങളുണ്ട്. അതിൽ എല്ലാവരും നാളെ ഉമ്മൻചാണ്ടിയെ സ്മരിക്കും, ഉമ്മൻചാണ്ടിയെ കാണുന്നുണ്ട്. അന്നല്ല, എന്നും. ഇനി ഈ പദ്ധതികൾ നല്ല രീതിയിൽ നടക്കട്ടെ, ജനങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. പിന്നെ ആർക്കും അതിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ അതിന് അത്ര ഒന്നും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നല്ലൊരു സംരംഭമാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം അദ്ദേഹം ചെയ്ത ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലങ്ങളിൽ അദ്ദേഹം ചെയ്ത പദ്ധതിയിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ പദ്ധതി രാജ്യത്തിന് ലഭിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മുകളിലിരുന്ന് അദ്ദേഹം സന്തോഷിക്കാറുണ്ട് എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സംതൃപ്തിയോടെ ആ വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. വലിയൊരു പ്രോജക്റ്റാണ്, വളരെ നേട്ടം കൊയ്യാവുന്നൊരു പ്രോജക്റ്റാണ്. ഇപ്പോഴുള്ള വല്ല മാമൂഞ്ഞുകൾ
എന്തൊക്കെയോ അവരുടെ ശ്രമഫലമാണ്, ഇത് എൻ്റെ കുഞ്ഞാണെന്നൊക്കെ വീമ്പിളക്കാൻ ആരുമില്ല. കാരണം പിതൃത്വം ഏറ്റെടുക്കാൻ പലരുമുണ്ട്. യഥാർത്ഥത്തിൽ പിതൃത്വം അതിന് അവകാശി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിൽ തന്നെയും ആര് ജന്മം കൊടുത്ത കുഞ്ഞിനെയും ഞാനാണ് പിതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തൊഴിലായി കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ സാധാരണയാണ്. അതൊക്കെ ജനങ്ങൾ പെട്ടെന്ന് മറന്നു കളയും. പോട്ടെ. സോ എന്നിരുന്നാലും നമുക്കൊരിക്കൽ കൂടി നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കാം. നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നല്ല രീതിയിൽ ചെയ്ത് ആ പദ്ധതികൾ സമ്പൂർണ്ണമായിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഒത്തിരി പ്രയത്നിച്ച, ഒത്തിരി ബുദ്ധിമുട്ടിയ നമ്മുടെ കേരള എം പിമാരും, പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള ശ്രീ ശശി തരൂർ, അദ്ദേഹം ഇതിനു വേണ്ടി അദ്ധാനിയുമായിട്ടൊക്കെ ഉള്ള പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു, ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഇതൊരു കോൺഗ്രസ്സുകാരൻ്റെ നേട്ടമാണ്, കോൺഗ്രസ് എം പിയുടെ നേട്ടമാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നേട്ടമാണെന്ന് ചങ്കൂറ്റത്തോടെ നമുക്ക് പറയാം. എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിൽ എല്ലാവർക്കും അഭിമാനിക്കാം. നമുക്ക് ഇതുപോലെ ഇനിയും ഉമ്മൻചാണ്ടിമാർ വരട്ടെ. ഇതുപോലെയുള്ള മറ്റു പല പദ്ധതികളും നമുക്ക് തുടക്കം കുറിക്കാം. അന്ന് ഇനി എല്ലാ കാലവും ഇവർക്ക് ഈ തേർഡ് റൈറ്റ് പരിപാടിയുമായി മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയെ ഓർക്കാം. ഈ പ്രോജക്റ്റിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് അങ്ങേയറ്റം ഈ പ്രോജക്റ്റിന് ഡൽഹിയിലും മറ്റുമൊക്കെ പോയി സംസാരിച്ച എല്ലാ വ്യക്തികൾക്കും, നമ്മുടെ രാജ്യം ഭരിച്ച, അതായത് ഇതിന് നമുക്ക് കൂടുതൽ നമ്മളെ സഹായിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും, ഒപ്പം നമ്മുടെ പ്രസന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്കും നമുക്ക് നമ്മുടേതായ അഭിവാദനങ്ങളും അർപ്പിക്കാം. ഒപ്പം നമ്മുടെ ഉമ്മൻചാണ്ടിയെയും കുറിച്ച് നമുക്ക് സ്മരിക്കാം. എന്നും അദ്ദേഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. കാണാം മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.